ഇടുക്കി കാഞ്ചിയാർ തോപ്പിപ്പാള മറ്റപ്പള്ളിക്കവലയിൽ പകൽ സമയത്തും ജനവാസ മേഖലയിൽ കാട്ടാന. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടെയാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാന ഇറങ്ങിയത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നത്. കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട തൊപ്പിപ്പാള മറ്റുപ്പള്ളിക്കവലയിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടെ കാട്ടാന എത്തിയത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയാണ് ഇവിടം. ഒപ്പം ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ വനാതിർത്തിയും പങ്കിടുന്ന പ്രദേശമാണിവിടം. ഈ വനത്തിൽ നിന്നാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തിയത്. മേഖലയിൽ താമസിക്കുന്ന യുവാവാണ് ആദ്യം കാട്ടാനയെ കണ്ടത്. തുടർന്ന് പ്രദേശവാസികളെ വിവരമറിയിക്കുകയും ആളുകൾ ബഹളം വെച്ചതോടെ കാട്ടാന വനത്തിലേക്ക് തിരിച്ചു പോകുകയുമായിരുന്നു. ഇത്ര അടുത്ത് വഴിവിളക്കെന്ന് ഒരു സംഭവമില്ല. ഇവിടെ ഉണ്ടായിരുന്ന വഴിവിളക്കെല്ലാം പോയി കിടക്കുക. ഇതൊന്ന് ശരിയാക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ നമുക്ക് എഴുന്നേറ്റ് നോക്കാനോ എല്ലാം പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഈ താഴെ വരെ വന്നോ ഇങ്ങോട്ട് കയറുന്നില്ലായിരുന്നു. ഇപ്പം ഇവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് ഇതിലെ കയറി വന്ന് ഇതിലെ ഇറങ്ങിയ ഇതിലെ ആന പോയത്. ഓരോ കാനമായിട്ട് കിടക്കുന്നിടത്തൊക്കെ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾക്കെല്ലാം ഭീഷണിയാണ്. ഒന്നാമത് ഫെൻസിങ്ങിനേക്കാളും കൂടുതൽ ഇവിടെ വഴിവിളക്കില്ല. അതൊന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഇത് രാത്രിക്ക് പിള്ളേരാണെങ്കിലും കടയ്ക്ക് പോയിട്ട് വരുന്നത് സന്ധ്യയാകുമ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് ഈ വഴിയിലൊക്കെ ആന നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ എന്തോ വിശ്വസിച്ച് പിള്ളേരെ വിടാൻ പറ്റുന്നത്. 10 വർഷം മുൻപാണ് ഇവിടെ കാട്ടാന ഇറങ്ങിയത്. വീണ്ടും ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ ഫെൻസിംഗ് ട്രെഞ്ച് സംവിധാനങ്ങളില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതോടൊപ്പം വഴിവിളക്കുകളുടെ അഭാവവും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയാണ്. ഈ വീട്ടിലെ കൊച്ചിവിടെ ഫോൺ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം എല്ലാവരും മാറിക്ക് ഓടി വരണമെന്ന് വിളിച്ചു. അപ്പം ഞാൻ അടുത്തുള്ളവരെല്ലാം ഓടി വന്ന് അപ്പോഴത്തേനും ഇതിലേക്ക് കയറി വരുമായിരുന്നു. നമ്മുടെ ഇതിലെയാണ് കയറി വന്നത്. കയറി കരോട്ടയിൽ കയറി പോവുകയും ചെയ്തത്. അന്നേരം എല്ലാവരും ആൾക്കാരെല്ലാം കൂടി പിള്ളേരൊക്കെയാണല്ലോ ഉള്ളത്. നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള കളിക്കാനൊക്കെ പോകുന്നു. ഇതിലെ താഴോട്ട് ഞങ്ങൾ വെള്ളം കോരാനൊക്കെ പോകുന്നതാണ്. ആ സമയത്തൊക്കെ ഈ പറമ്പിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ എല്ലാവരുടെ ഇടപെടലും കൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ രണ്ടാനയും കൂടി ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. മേഖലയിൽ പകൽ സമയത്തും കാട്ടാനയുടെ സാന്നിധ്യം വലിയ ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നത്. ചക്കയടക്കമുള്ള ഫലങ്ങൾ ഭക്ഷിക്കുവാനാണ് കാട്ടാനകൾ ജനവാസ മേഖല ലക്ഷ്യം വെച്ചെത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.